അന്നേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ, ഇത് കുറുക്കിക്കൊല്ലി കല്യാണിയിലൊന്നും അവസാനിക്കില്ലാന്ന്. അവൻ ചാകണ വരെ കെട്ടിക്കൊണ്ടിരിക്കും, എനിക്ക് ഉറപ്പാ. ഭാർഗവിമ്മ പറഞ്ഞു ശരിയാ. ഉണ്ണിയെ പ്രസവിച്ചപ്പോ സ്വന്തം അനിയത്തിയല്ലേന്ന് വിചാരിച്ച് ഒരു സഹായത്തിന് വിളിച്ചതാ അതാ ഇവളെ. ഒടുവിൽ ഇവളുടെ പേരും എന്നെ കുടിപ്പിച്ചു ആ മനുഷ്യൻ. ആ പേരിലല്ലേ ഈ നത്തോലി ഉണ്ടായത്. ആ പിന്നെ ചേട്ടത്തി അനിയത്തി ആയതുകൊണ്ട് പുറത്തും ക്ഷമിച്ചു അമ്മ ജീവിക്കുന്നു. പിറ്റേ കൊല്ലം തൃക്കരിപ്പൂര് സ്റ്റേഷനിലേക്ക് മാറ്റം കിട്ടിയപ്പോ അവിടെ കണ്ട കാർത്തിയാനിയോടായി അങ്ങേർക്ക് പൂതി. കാർത്തിയാനിയെ കെട്ടിയപ്പോ ഞങ്ങൾ രണ്ടും പുറത്ത്. പെണ്ണുങ്ങളെ കണ്ട അവൻ അവന്റെ 18 അടവുകൾ എടുക്കും. ആ പിന്നെ കാക്കനാട്ട് തിരുമാൻ ചെന്നപ്പോഴാ മാധവിയെ കണ്ടത്. അതോടെ കാർത്തിയാനിയും പുറത്ത്. വടക്കും പുറത്ത് തേങ്ങയിടാൻ ചെന്നപ്പോ കൂടെ കൂടിയ ഏന്ത്യാനിച്ചിയാ ആ കുറുക്കിക്കൊല്ലി. ആ ഇതൊന്നും പോരാഞ്ഞിട്ട് മകളുടെ പ്രായമുള്ളൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു നാണം കെട്ട മനുഷ്യൻ. ഇന്ന് ഞാൻ നാളെ നീ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പോടാ അവിടുന്ന്. ഈ വലിയേട്ടൻ ഒറ്റ ഒരുത്തനാ അച്ഛന്റെ ഈ കല്യാണ കളിക്ക് കൂട്ടുനിൽക്കുന്നത്. അവൻ പിന്നെ കൂട്ടു നിൽക്കാതിരിക്കോ? നിന്റെ അച്ഛന്റെ തനി സ്വഭാവല്ലേ അവന്. അവിടെ ഇവിടെ ആയിട്ടേ 1-2 രഹസ്യക്കാരികള് അവനും ഉണ്ടെന്നാ നാട്ടുകാര് പറയുന്നത്. എന്താ ചെയ്യ? ഭാർഗവമ്മ രാവിലെ വന്ന് അച്ഛന്റെ ഓരോ വീര കഥകൾ പറഞ്ഞിരിക്കായിരിക്കും അല്ലേ? അതെ മോനെ. നിങ്ങൾക്ക് രാവിലെ ഇവിടെ ഒന്ന് പരിദോഷം പറഞ്ഞാൽ ഉറക്കം വരില്ല അല്ലേ? നിക്കണില്ലേ? ആർക്കും ഒരു പണിയില്ലേ? എവിടേക്കാ മോനെ? എനിക്കൊരാളെ കാണാനുണ്ട്. ഇവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അച്ഛന്റെ തോന്നിവാസം കൊണ്ട് ഏറ്റവും കൂടുതൽ മനപ്രയാസം അനുഭവിക്കുന്നത് ഇവനാ. വിപ്ലവ സൈന്യത്തിന്റെ 4 ചുറ്റും അമേരിക്കൻ ഭടന്മാർ വളഞ്ഞിരിക്കുന്നു. വളഞ്ഞിരിക്കാതെ യുവമാർക്ക് നിവർന്നിരുന്നൂടെ? എന്താ ചാരവൃത്തി കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. അതെ മോളെ, ഈ പാത്രങ്ങളൊക്കെ ചാരോട്ട് തേച്ച് വൃത്തിയാക്കൂലേ, അതിനെയാണ് ചാരവൃത്തി എന്ന് പറയുന്നത്. എന്താടാ നിന്നെ അച്ഛന്റെ കല്യാണത്തിന് കണ്ടില്ല? ശരി ആട്ടെ, എന്തായി നിന്റെ കല്യാണക്കാര്യം? മോളകത്ത് പോയിരുന്നു പഠിച്ചു. അല്ല ചോദിച്ചു കേട്ടില്ലേ? അറിഞ്ഞിട്ട് എന്തിനാ? അച്ഛനും ചേട്ടനും ചേർന്ന് മുറയ്ക്ക് കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, അതുപോലെ. എടാ ഈ കല്യാണം എന്നൊക്കെ പറയുന്ന ഒരുതരം യോഗ. ഈ മഹാഭാഗ്യ യോഗ ഉള്ളവർ 2, 3, ചിലപ്പോ 5, 6 ഒക്കെ കിട്ടിയിരിക്കും. അത് ഓരോരുത്തരുടെ തലവിധിയാ. പിന്നെ കുറച്ച് സാമർഥ്യവും. അങ്ങനെയുള്ള കല്യാണ വീരന്മാരൊക്കെ നാട്ടുകാരുടെ അടി കൊണ്ട് അല്ലെങ്കിൽ പോലീസുകാരുടെ ഇടി കൊണ്ട് ചത്ത ചരിത്രമേ ഉള്ളൂ. എടാ ഞാൻ തന്നെ പോലീസല്ലേ, പിന്നെ ഏത് പോലീസാടാ എന്നെ തല്ലാൻ വരുന്നത്? ചിരിക്കണ്ട. ഇപ്പൊ തന്നെ ചേട്ടനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടുണ്ട്. ഏത് നിമിഷവും അന്വേഷണ നടപടിയൊക്കെ വരാം. സർക്കാർ സർവീസിലിരുന്ന് ഈ വക തോന്നിയാസങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന അധികം താമസിയാതെ തൊപ്പി തലേന്ന് തെറിച്ചെന്നിരിക്കും. നാട്ടിൽ തലയുയർത്തി നടക്കാൻ വയ്യാണ്ടായിരിക്കുക. അച്ഛനോ ഇങ്ങനെയൊക്കെ ആയി. ചേട്ടനെങ്കിലും ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഇനിയും നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ഞാൻ ഇറങ്ങാം. നിൽക്കുണ്ണി, ചായ കുടിച്ചിട്ട് പോവാ. എന്റെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാശ് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? അത് കൊള്ളാം. അതേന്നെ, കാശില്ല എന്ന് പറഞ്ഞാൽ അവൻ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. അവന്റെ അമ്മയുടെ സ്വഭാവം അവൻ അറിയാവോ? ഉണ്ണി പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. സഹിക്കാൻ വയ്യണ്ടായ ഞാൻ എന്റെ മോളെ ഇവിടെ ഇറങ്ങി പോകും. അച്ഛന്റെ ഈ ഒടുക്കത്തെ കല്യാണം കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യണ്ടേ ഈ മനുഷ്യന്. ഇങ്ങനെ പോയാൽ അച്ഛന്റെ പേര് ഗിന്നസ് ബുക്ക് വരും. അല്ല അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ വേണം. കാക്കി ഉടുപ്പിനുള്ളിലെ കളരിപ്പയറ്റുകാരന്റെ മെയ്വഴക്കം കണ്ട് മയങ്ങിപ്പോയതല്ലേ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ മക്കളെ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ മയങ്ങി വീണു പോയനെ, അറിയോ? വാസോട്ടാ, ഇന്നത്തെ പുട്ടും കടലും കലക്കി ഇല്ലേ? പതുക്കെ ശ്വാസം മുട്ടും. സ്മോൾ ബനാന. വാസോട്ടാ, പറ്റില്ല. പേര് നമ്പർ 16 ഗിരീഷ്. എഴുതാൻ വരട്ടെ. എന്തൊക്കെയാ കഴിച്ചത്? 2 കഷ്ണം പുട്ട്, കടല, പപ്പടം, പഴം, ചായ. പുട്ടിന്റെയും കടലയുടെയും കാശ് എഴുതാം, പക്ഷെ പഴത്തിന്റെയും പപ്പടത്തിനും കാശ് എഴുതാൻ പറ്റില്ല. അത് നിന്റെ അധിക പ്രശ്നം കൊണ്ട് വാങ്ങിയതാ. കയ്യില് കാശ് വെച്ചിട്ട് എന്റെ 10 എഴുത്തല്ലടാ. വാസോട്ട, അമ്മയ്ക്ക് വായുകുളിയും ബലകുലച്ചാതി തന്നെ വാങ്ങാനുള്ള കാശാ. ഇല്ല, ഇത് നിന്റെ പറ്റി വെച്ചോളാം. ചെല്ലേ. എങ്കിൽ പപ്പടത്തിനും പഴത്തിന്റെ കയ്യിൽ ബാക്കി ഇല്ല. താൻ തരത്തില്ലേ?
സൗഭാഗ്യമാണ്. 25 ലക്ഷം 4 കോടി രൂപയും മനുഷ്യന്റെ പ്രഥമവും പ്രധാനവുമായ ആവശ്യം നിറവേറ്റുന്ന ഒരു ആശ്വാസ കേന്ദ്രം. വരുവിൻ, ഒഴിക്കുവിൻ, ആശ്വാസം കണ്ടെത്തുവിൻ. നീ എന്താ മതപ്രസംഗം നടത്താ? അല്ല, കൊച്ചാപ്പി അണ്ണനല്ലേ പറഞ്ഞത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാലേ യാത്രക്കാർക്ക് മൂത്രം ഒഴിക്കേണ്ട കാര്യം ഓർമ്മ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നു മോനെ, നീ ഇങ്ങനെയാണ് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ മൂത്രപ്പറകൾ കോൺട്രാക്ട് എടുക്കുന്ന പരിപാടി ഞാൻ ഇതോടെ അവസാനിപ്പിക്കേണ്ടി വരും. നീ ഇത് കണ്ട, ഇത്രയും നല്ല സൗകര്യം ഉണ്ടായിട്ട് നമ്മുടെ ആളുകള് യാതൊരു നാണവും കൂടാതെ പബ്ലിക്കായിട്ട് ചുമരിനോട് വർത്താനം പറഞ്ഞ് മൂത്രമൊഴിക്കണ കണ്ട, അത് നിന്റെ കഴിവില്ലായ്മ കൊണ്ടാ. എന്റെ പൊന്നണ്ണ, ഈ യാത്രക്കാരുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിളിച്ചു വരുത്തി മൂത്രം ഒഴിപ്പിക്കുന്നതിനെ ലോകത്തിൽ ആദ്യമായിട്ട്. നീ എന്നെ ബിസിനസ് പഠിപ്പിക്കാ? ഓരോ ബിസിനസിന് അതിന്റേതായ തന്ത്രങ്ങളുണ്ട്. അറിയില്ലെങ്കിൽ ദേ കണ്ടുപഠിക്കും. ഇപ്പൊ നോക്കിയോ, മൂത്രം ഒഴിക്കാത്തവർ വരെ ഇവിടെ വന്ന് മൂത്രം ഒഴിച്ചിട്ട് പോകും. സ്നേഹമുള്ള യാത്രക്കാരെ, നിങ്ങൾക്ക് ശുഭയാത്ര. മാന്യരായ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഭാരം കുറയ്ക്കൂ, യാത്ര സുഖകരമാക്കൂ. മാന്യ യാത്രക്കാരെ, പോക്കറ്റ് അടിക്കാരെയും രാജ്യദ്രോഹികളെയും സൂക്ഷിക്കുക. ഒരു പ്രത്യേക അറിയിപ്പ്. എങ്ങാണ്ടിൽ നിന്ന് വന്ന ആരാണ്ട കാത്ത് ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ എങ്ങനെയൊക്കെ ചെല്ലുക. കുന്നംകുളം വഴി ഗുരുവായൂർക്ക് പോകുന്ന 704 നമ്പർ ബസ് സ്റ്റാൻഡിന്റെ വടക്ക് വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. ഗുരുവായൂർക്ക് ഇവിടെ നിന്ന് 3 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ടും ബസ്സിൽ മൂത്രപ്പരില്ലാത്തതുകൊണ്ടും മാന്യ യാത്രക്കാർ ആരെങ്കിലും മൂത്രമഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ വന്ന് സംഗതി നടത്തി പോകാൻ നിങ്ങളോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു, താല്പര്യപ്പെട്ടുകൊള്ളുന്നു. കല്ല്, മുള്ള്, പഞ്ചസാര എന്നിവ അസുഖങ്ങൾ നമ്മൾക്ക് വരാനുള്ള കാരണം നമ്മൾ യഥാസമയം മൂത്രം ഒഴിക്കാത്തതുകൊണ്ടാണെന്ന് പ്രശസ്ത ഭിക്ഷാക്കാരൻ ഹെഡ്വേർഡ് ഖോയാങ് കുൽക്കർണി തന്റെ വിഷവിഖ്യാതമായ 00 മിഡിൽ 1 എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. യാത്രക്കാരെ, നിങ്ങളുടെ തിരക്കിട്ട യാത്രയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ചേച്ചിയേ, എന്താ സമയത്രേ? തന്റെ കയ്യിലല്ലേ വാച്ച് കിടക്കുന്നത്? അറിയാണ്ട് പറഞ്ഞു, ക്ഷമിക്കണം. ചേച്ചിയേ, കാര്യം നടത്തിട്ട് പോവല്ലേ? കാര്യം നടത്താനോ? താൻ എന്നോട് അനാവശ്യം പറയരുത്. അടിച്ചതിന്റെ കാരണം കുറ്റി പഠിക്കും ഞാൻ. ചേച്ചി, ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ ചേച്ചി? ചേച്ചി അത് വേണ്ടെങ്കിൽ വേണ്ട, എന്നോട് ക്ഷമിക്ക്. സോറി സോറി സോറി, 1000 സോറി പറയാൻ വരട്ടെ. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നോട് അനാവശ്യം പറഞ്ഞു. ചേട്ടാ, ഇവിടെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിലുള്ള മൂത്ര പ്രശ്നം, അത് ഞാൻ തീർത്തോളാം. നിങ്ങൾ പോ. താൻ വേണ്ടി പോരുത്. എന്താ ചേച്ചി കാര്യം? ഇയാൾ എന്നോട് പറയാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞു. ചേച്ചി, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ ചേച്ചിയോട് മൂത്രം ഒഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. നിനക്ക് സ്ത്രീകളുടെ കൂടെ തന്നെ മൂത്രം ഒഴിക്കണം അല്ലടാ? എന്താ പ്രശ്നം? ഇയാളൊരു സ്ത്രീയോട് അനാവശ്യം പറഞ്ഞു. ഉണ്ണീഷ്ണ, ആ ചേച്ചി നടന്നു വരണ കണ്ടപ്പോ മൂത്രം ഒഴിക്കാൻ മുട്ടിട്ട് വരുന്ന ഒരു ചേച്ചിയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് തെറ്റാണോ? മൂത്രം ഒഴിക്കാനല്ലേ വിളിച്ചോളൂ. താനെന്താ ഇത്തരം കാര്യങ്ങൾക്ക് ആളുകളെ നിർബന്ധിച്ചിരിക്കുന്നത്? അതോ, നിങ്ങൾ ചൂടാവണ്ട. അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് വിളിച്ചു പോയതാ. സൗകര്യമുള്ള മൂത്രം ഒഴിച്ചാൽ മതി, അല്ലാത്തൊരു പൊക്കോ. ഉണ്ണീഷ്ണ, നീ തക്ക സമയത്ത് എത്തുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി എന്റെ ഉള്ള മൂത്രം കളഞ്ഞാണ്ടാ. എന്നാൽ ഇതിനൊക്കെ ഒരു മയത്തിൽ വിളിച്ചൂടെ കൊച്ചാപ്പി? എന്റെ തലവധി എങ്ങനെ ഉണ്ണീഷ്ണ? എന്ത് ജോലി ചെയ്താലും ഞാൻ രക്ഷപ്പെടില്ല. രക്ഷപ്പെടുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ വന്ന ഒരു അത്യാവശ്യ കാര്യം പറയാം. എന്ത്? അതൊക്കെ പറയാം, നീ വാ. ഇവിടെ വന്നറ. കൃത്യമായിട്ട് കാശ് മേടിക്ക. അനൗൺസ്മെന്റ് വേണ്ടാട്ടോ. നല്ല കുട്ടിയാ. ആ ബ്രോക്കർ ശിശുപാലം വഴി വന്ന പ്രപ്പോസലാ. കേട്ടിടത്തോളം കുഴപ്പമില്ലാത്ത ഫാമിലിയാ. എങ്കിൽ ഈ ഫോട്ടോ നിന്റെ അച്ഛന്റെ കണ്ണി പെടണ്ട. അതെന്താ? ഈ പെണ്ണിനെ നീ എളേമേ എളേമേ എന്ന് വിളിക്കേണ്ടി വരും. ഒന്ന് പോടാ അവിടെ. അമ്മയുടെ നിർബന്ധം കൊണ്ടാ കുട്ടി ഒന്ന് കാണാന്ന് വെച്ചത്. പേര് സന്ധ്യ എന്നാ. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. കല്യാണം കഴിഞ്ഞ് അവക്കൂടി ഒരു ജോലി ശരിയായി കഴിഞ്ഞാൽ പിന്നെ അമ്മയും കുട്ടി വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം. എല്ലാം നടക്കൂടാ. നീ ധൈര്യമായിട്ടിരിക്കേ. നാളെ നമ്മൾ ഒരുമിച്ച് നിന്റെ സന്ധ്യനെ കാണാൻ പോകുന്നു. എന്തേ, അതുപോലെ? പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ചായ കുടിക്ക്. ചായ കുറെ കുടിച്ചതാ. ഫോട്ടോ കണ്ടപ്പോ ഉണ്ണീഷൻ തീരുമാനിച്ചിരിക്കുക. എങ്കിൽ പിന്നെ ഞങ്ങക്ക് മറിച്ചൊന്നും ചിന്തിക്കാനില്ല.
ഇവൻ ഈ മാസം അവസാനം സൗദിയിലേക്ക് ലീവ് കഴിഞ്ഞ് പോകാനുള്ളതാ. അതിനു മുമ്പേ ഈ കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. നാളെ രാവിലെ തന്നെ നടത്താന്നാ ഉണ്ണികൃഷ്ണന്റെ തീരുമാനം. കൂടെ എന്റെയും. എന്നാൽ ഞങ്ങൾ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് വരുന്ന വിവരം അടുത്ത ദിവസം തന്നെ അറിയിക്കാം. ആയിക്കോട്ടെ. കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കൊടുത്താ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാലോ. പുതിയ ജനറേറ്റർ അല്ലേ? ജനറേഷൻ. ജനറേഷൻ എന്നും പറയും, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും, പോലീസ് സ്റ്റേഷൻ എന്ന് പറയും, എങ്ങനെ എന്ത് വേണേലും പറയാം. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം. സന്ധ്യയെ എനിക്കിഷ്ടമായോ? എന്താ? എനിക്ക് സന്ധ്യ അല്ല, സന്ധ്യക്ക് എന്നെ ഇഷ്ടമായോ? എന്ത് പറ്റി? എന്ത് പറ്റി? അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റില്ല. ഒട്ടും അനങ്ങാൻ വയ്യേ. എവിടെ? അയ്യോ, ഇതൊക്കെ പ്രതിമയോ? കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആത്മാക്കളുമായിട്ട് പടവെട്ടുക. എന്താ ചെയ്യാ? നിന്റെ തന്തയോട് നിങ്ങളെ നേരെയാക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. കയ്യിരി പതല്ലേ മനുഷ്യ. അല്ല, നമുക്ക് വാസുകുരുക്കളെ വിളിച്ചാലോ? എന്തിന്? അതിലും നല്ലത് ഇതിനെ താങ്ങി പിടിച്ച് വീട്ടിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ നോക്ക്. കണ്ണേറെങ്കിലും കിട്ടാതിരിക്കും. കിട്ടണം എന്നും 16 കളരിപ്പയറ്റും മാറി മാറിയുള്ള കല്യാണവും ഈ ജന്മം മുഴുവൻ ഇയാളെ ഇങ്ങനെ തന്നെ നിർത്തിത്തരണേ എന്റെ പ്രകൃതി. പ്രദർശനം വെക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്റെ കളരി ദൈവങ്ങളെ. അങ്ങനെ എന്നോട് ഒന്നും തോന്നരുത് എന്റെ കളരി ദൈവങ്ങളെ. ഈ കല്യാണമെങ്കിലും ഒന്ന് നടന്നു കണ്ടാ മതിയായിരുന്നു. അവര് 10-12 പേര് വരുമെന്നല്ലേ പറഞ്ഞത്? മോനെ, അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ എതിരൊന്നും പറയരുത്. അച്ഛനെ ഈ വിവരം അറിയിക്കണ്ടേ? എന്തിനാ ഈ കല്യാണം മുടങ്ങാനോ? എന്തൊക്കെയായാലും നിന്റെ അച്ഛനല്ലേ? അച്ഛൻ സ്വന്തം ഭാര്യയും മക്കളെ നോക്കാതെ ഈ പ്രായത്തിൽ നാട് നീളെ ഓടി നടന്ന് പെണ്ണും കെട്ടി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്താ അവരെ കാണാത്തത്? ഇനി വഴിതെറ്റി പോയിട്ടുണ്ടാവോ? ഞാനൊന്ന് പോയി നോക്കിയാലോ? വേണ്ട, കൊച്ചാപ്പി ജംഗ്ഷനിൽ കാത്തു നിൽക്കണ്ടല്ലോ. ദാ അവര് വരുന്നുണ്ട്. എന്താടാ? എന്താ കൊച്ചാപ്പി, അവരെവിടെ? അത് അമ്മ, അവര് വരില്ല. അഞ്ചാറ് കല്യാണം കഴിച്ച ഒരാളുടെ മോന് അവരുടെ മോളെ കൊടുക്കാൻ അവർക്ക് ധൈര്യം പോരാണ്. ഉണ്ണീഷനും ഭാര്യയും മക്കളും ഉണ്ടാവുന്ന അവര് പറയുന്നത്. നിന്റെ അച്ഛന്റെ ലേറ്റസ്റ്റ് കല്യാണത്തെ കുറിച്ച് വരെ അവരറിഞ്ഞു. എടാ, നീ വിഷമിക്കണ്ട. ചിലപ്പോ എല്ലാം നല്ലതിന് വേണ്ടിട്ടാണെങ്കിലോ. ഇങ്ങനെ നാളികേരത്തിലാണ് കുറയുകയും ഭാര്യമാരാണ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്ത കുഴയുന്ന ഞാനായിരിക്കും. അതെന്താണോ? അല്ല, ഓരോ കല്യാണം കഴിയുമ്പോഴും നാളികേരത്തിലെ നെല്ലിന്റെ വിഹിതം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ. അപ്പൊ ഞാൻ എന്തോ വെട്ടിപ്പ് നടത്തുന്നുണ്ടെന്നല്ലേ അവര് വിചാരിക്കുള്ളൂ. വെട്ടിപ്പ് നടത്താത്ത ഒരാള് പിന്നെ ഞാൻ കൂടുതൽ കിട്ടുന്നതിന് താൻ വിഷമിക്കണ്ട. ഇത് ലോകാരംഭം മുതൽക്കുള്ള ഏർപ്പാടാ. സാക്ഷാൽ ശ്രീകൃഷ്ണനായ എന്റെ ഗുരു. അതെ, ആ നിരയിലുള്ള നാളികേരം മുഴുവൻ പങ്കജവല്ലിക്ക് മാറ്റിവെച്ചേ. വേണ്ട, ഇനി ഇവിടുന്നുള്ള ഒരു വിഹിതവും എനിക്കും എന്റെ അമ്മയ്ക്കും വേണ്ടി കൊടുത്തയക്കണ്ട. ഇത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയതാണോ? അല്ല, എന്റെ അച്ഛന്റെ പുതിയ കല്യാണ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. ഓ, അഭിനന്ദിക്കാൻ വന്നതാണല്ലേ. ഞാൻ വിചാരിച്ചു നിന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിക്കാൻ വന്നാണ്. പരിഹസിക്കണ്ട.
എങ്ങനെ എനിക്ക് കല്യാണം ശരിയാവുന്നത്? ആദ്യം അച്ഛൻ കെട്ടിത്തീരട്ടെ, എന്നിട്ട് മോന് നോക്കാന്നാ നാട്ടുകാർ പറയുന്നത്. മുടിയിലും മീശയിലും ചായം തേച്ച് നടക്കുക നാണോ ഇല്ലല്ലോ. മൂത്ത് നരച്ചിട്ടും കൊച്ചു പെമ്പിളരെ കാണുമ്പോൾ ഞരമ്പ് വലിഞ്ഞു മുറുകുന്നത് ഒരു തരം അസുഖ. ആയുർവേദത്തിൽ ഇതിന് മരുന്നുണ്ട്. സ്വന്തം അച്ഛനോടാണ് നീ സംസാരിക്കുന്ന കാര്യം മറക്കണ്ട. പേടിപ്പിക്കണ്ട. നാഴിയും ചിരട്ടയും പോലെ കുറെ മക്കളെ സൃഷ്ടിച്ചിട്ട് അവരെ തിരിഞ്ഞു നോക്കാതെ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന കോയിക്കൽ മാധവ പണിക്കർ എന്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് അല്പം കുറച്ചിലുണ്ട്. ഈ ഓർമ്മശക്തി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. മക്കളുടെ പേരെങ്കിലും ഓർത്തിരിക്കുന്നല്ലോ. അച്ഛന്റെ പാത പിന്തുടർന്ന് ഓരോ നാട്ടിൽ ചെന്ന് ഓരോ പെണ്ണിനെ കെട്ടാൻ എനിക്കും അറിയാഞ്ഞിട്ടല്ല. അതിനുള്ള ആരോഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതൊരു അന്തസ്സുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കുടുംബം എന്നൊക്കെ പറയുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട് അച്ഛാ. വസ്ത്രങ്ങൾ മാറുന്ന പോലെ ഭാര്യമാരെ മാറുന്ന സംസ്കാരമൊക്കെ അത് തുടങ്ങി വെച്ച നാടുകളിൽ പോലും അവസാനിച്ചു കഴിഞ്ഞു. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പുരാണങ്ങളിലെ ഭഗവാന്മാരുടെ ഉദാഹരണം പറഞ്ഞ് ഊറ്റം കൊള്ളണ്ട. ഈ 16,008 എന്ന് പറയുന്നത് ഭാര്യമാരുടെ എണ്ണമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാ. ഭക്തിയിൽ എല്ലാം മറന്ന് ഈശ്വരനിൽ അർപ്പിച്ച 16,008 മനസ്സുകളെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അവനവന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഓരോ ന്യായങ്ങൾ കണ്ടെത്തുക. വിധവകളെ പോലെ കഴിയുന്ന സ്വന്തം ഭാര്യമാരുടെ കണ്ണീരിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അന്ത്യശ്വാസം വലിക്കുമ്പോ ഒരു തുള്ളി വെള്ളം തൊട്ടു തരാൻ ഈ രാഘവൻ ആരെങ്കിലും അടുത്തുണ്ടായാൽ നിങ്ങളുടെ ഭാഗ്യം. ഭയങ്കര വലിയ പ്രാശകളാവും. 5-6 കെട്ടിയതാണെങ്കിലും പേരിന് പറയാനെങ്കിലും നിനക്കൊരു അച്ഛനുണ്ടല്ലോ. എനിക്കുണ്ടായിരുന്നൊരു അപ്പൻ. ഷാപ്പിൽ അരവുകാരുടെ കൂടെ പട്ടിയെ പോലെ ഓടിപ്പോയി. പിന്നെ നിനക്കറിയോ, വാറ്റുചാരായം വിറ്റിട്ടാ എന്റെ അമ്മ എന്നെ വളർത്തിയെ. എന്നെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്റെ അമ്മ. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവനെ ഞാനും. ഒടുവിൽ എന്നെ തനിച്ചാക്കി എന്റെ അമ്മയും പോയി. ഒരിക്കലും തിരിച്ചു വരാത്ത ആ ലോകത്തേക്ക്. മതി കുടിച്ചത്. അളിയന്റെ വിഷമം കാണുമ്പോ എനിക്ക് കൂടുതൽ കുടിക്കണം തോന്നും. പിന്നെ ആ കൂട്ടത്തിൽ എന്റെ വിഷമം മാറില്ലോ. പിന്നെ ആ കല്യാണം ചേച്ചി പോയതിനെ കുറിച്ച് അളിയ വിഷമിക്കണ്ട. അതില് നല്ലൊരു സൂപ്പർ കേസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോണം. കുറച്ച് ദൂരെയാ. പോയിടത്തോളമൊക്കെ മതി. ഇനി എങ്ങോട്ടും ഇല്ല. വല്ല ആശ്രമത്തിലും ചേർന്ന് ഞാൻ സന്യാസിയാവും പോവാ. അത് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. നിന്നെ കൊണ്ട് നാളെ അവിടെ ചെല്ലാന്ന് ഞാൻ അവരോട് വാക്ക് കൊടുത്തു പോയി. പ്ലീസ്. നിനക്ക് വേണ്ടി ശരി, അത് മതി. എന്നാ അളിയൻ പോയിക്കോ. എനിക്ക് ഈ ചൂടിക്കട്ടിൽ ഇങ്ങനെ മേലേക്ക് നോക്കി കിടക്കണം. ഇവിടെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ കാണും. ആ മേഘങ്ങൾക്കിടയിലൂടെ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്ന് എൻ്റെ അമ്മനോട് ചോദിക്കും, മോനെ കൊച്ചാപ്പി നിനക്ക് സുഖാണോടാ? എന്ത് സുഖമ്മേ എന്ന് പറയണെന്ന് തോന്നും. പിന്നെ എൻ്റെ അമ്മ വിഷമിച്ചാലോ എന്ന് കരുതി ഞാൻ എൻ്റെ കണ്ണീര് പോലും മറച്ചു വെച്ച് ഉറക്കെ വിളിച്ചു പറയും, എനിക്ക് സുഖം തന്നെയാണ് അമ്മേ. അത് കേൾക്കുമ്പോ എൻ്റെ അമ്മയുടെ മുഖം പൂന്നില്ല പൂത്ത പോലെയാവും. സന്തോഷം കൊണ്ടാണേ. അത് കാണുമ്പോ ഞാൻ എൻ്റെ എല്ലാ ദുഃഖം മറക്കൂടാ. നളിയും ചെല്ല്. നിന്റെ അമ്മ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഗുഡ് നൈറ്റ്. പോടാ ചെല്ല്. ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു പാട്ട് പാടി കൊടുക്കട്ടെ. അമ്മേ, പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമര പൂമ്പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. ഇതേത് പാതാളത്തിലേക്കാ? ദൂരം കുറെ ആയല്ലോ. ഈ കല്യാണം നടന്ന വല്ലപ്പോഴും ഭാര്യ വീട്ടിൽ വരണമെങ്കിൽ എന്റെ 3-4 ക്യാഷ് ലീവ് പോയി കിട്ടും. മാങ്ങോത്തൊലി എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കണ്ടാ മതി എനിക്ക്. അപ്പോഴാ നിന്റെ കാശുവാലിറ്റിയും പ്രോപണപണ്ടും സ്വർണ്ണപ്പണ്ടൊക്കെ. കല്യാണം ഉൾപ്പെടെയുള്ള ഒരു ഇടത്തരക്കാരന്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ്. ഒരു NGOക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന. നിർത്ത് നിന്റെ NGO കഥാപ്രസംഗം. കുറെ നേരായി. ഈ പുഴയും കുന്നും കടന്ന് ഇവിടെ വരേണ്ട കാര്യം എന്താണെന്ന് അറിയോ നിനക്ക്? നിന്റെ അച്ഛന്റെ സൽപ്പേരുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് ആ പ്രദേശത്ത് നിനക്ക് ഒരു പെണ്ണിന് കിട്ടുന്നു തോന്നുന്നുണ്ട് ഉണ്ണീഷ്ണ. ഇവിടെ ആവുമ്പോ നിന്റെ അച്ഛന്റെ കരിപൂരിന്റെ ജീവിതം ഭൂതകാലം വർത്തമാനകാലം ആരും അറിയില്ല. പിന്നൊരു കാര്യം, അവിടെ ചെന്ന് നിന്റെ അച്ഛൻ കോഴിക്കാല് മാധവ പണിക്കർ അന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അത് ശരി. ആളല്പ കുഴപ്പക്കാരനാണെന്ന് കരുതി സ്വന്തം തന്തയെ മാറ്റി പറയാണെന്ന് എന്നെ കിട്ടൂല. മാറ്റി പറയണെന്നല്ല ഞാൻ പറഞ്ഞ. വീട്ടുപേരും ഫുൾ പേരും എഴുന്നള്ളിക്കാണ്ടിരുന്നാ മതി. അവിടെ ചെല്ലുമ്പോ നിന്റെ അച്ഛന്റെ പേര് KM പണിക്കരെന്ന് പറഞ്ഞാ മതി. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയതാ. അപ്പൊ അവരെന്നോട് ചോദിക്കാ ഈ കോഴി മാധവ പണിക്കർ എന്നാണ് KM പണിക്കരായതെന്ന്. അന്നാ ഒന്നുമില്ലാത്ത പണിക്കര്. ഒന്നുമില്ലാത്ത പണിക്കരാ? അയ്യോ, അന്ന് എന്തെങ്കിലും ഉള്ള പണിക്കര്. ഇപ്പൊ ഇതൊക്കെ പറയും. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കും. അവിടെ ചെല്ലുമ്പോ ആദ്യം അവസ്ഥ എഴുന്നള്ളിക്കുന്നത് നീ ആയിരിക്കും. ആരാ പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛൻ സായിപ്പാണെന്ന്?
അയാള് നല്ല ഒന്നാന്തര മലയാളിയാ. പിന്നെ എനിക്ക് ഇത്തിരി ഓർമ്മശക്തി ഉള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. സൗകര്യം വന്നാ മതി. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും നടത്തണ്ട, ഞാൻ വരുന്നില്ല. ചേട്ടാ വഞ്ചി വിട്. അയ്യോടാ, ഞാൻ തമാശ പറഞ്ഞതാ. ആണോ? ആ നടക്ക്. ഞാൻ പറഞ്ഞു പിന്നെ ചേട്ടാ. എന്നാ ഞാൻ പറഞ്ഞു മുന്നിലേക്ക് വലിച്ചു. അയ്യോ അത് ഒടിഞ്ഞു. പൊട്ടിയല്ലോ. ചേട്ടാ വഞ്ചി ഇങ്ങോട്ട് കേറി. ആ കാലം വലത്തെ കാലം ഇങ്ങോട്ടും. അപ്പൊ അടുത്ത കാലം. ഇത്രയും വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങൾക്ക് വഴിതെറ്റി കാണുമെന്ന്. ഹേയ്, അങ്ങനെയൊന്നും വഴി തരുന്ന ടൈപ്പ് അല്ല അമ്മാവൻ ഞങ്ങള്. ഇത് പെണ്ണിന്റെ അമ്മാവൻ കാശ്മാൻ. 24 മണിക്കൂർ ഷാപ്പിലാ. കുടിക്കാനൊന്നല്ല കേട്ടോ, പുള്ളിക്കാരൻ ഷാപ്പിന്റെ കോൺട്രാക്ടറാണ്. ഇത് മനസ്സിലായി. ഉണ്ണികൃഷ്ണൻ അല്ലേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അനന്തരവൾക്ക് വേണ്ടി അളിയൻ ടൗണിൽ ഒരു വീട് പണിയുന്നുണ്ട്. അത് സ്ത്രീധനമായിട്ടൊന്നും കൂട്ടണ്ട. ഈ അമ്മാവന്റെ ഒരു തമാശ. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ. യശോദേ, ഇതാണോ പെണ്ണ്? ഏയ്, ഇത് പെണ്ണിന്റെ അമ്മയാ, എന്റെ സഹോദരി. അയ്യോ, അമ്മയാണെന്ന്. മാലിനെ വിളിക്ക്. ഇപ്പൊ വരും. ചായ എടുക്ക. അങ്ങനെ ചായയില് മാത്രം ഒതുക്കണ്ട, പലഹാരം കൂടി ആയിക്കോട്ടെ. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ല, അവിടുന്ന് കഴിച്ച പലഹാരം ദഹിക്കേണ്ട സമയമായിട്ടില്ല. അതുകൊണ്ട് കാലിച്ചായ ആയാലും മതി. അല്ല ഉണ്ണീഷ്ണ? കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തില്ലേ? ആണ്ടിലും ആവണിയിലും ഒക്കെ വരൂ. ഏത് സമയവും യാത്രയല്ലേ. കൈപുണ്യമുള്ള തിരുമുകാരനാ. ദേ അതാ ആള്. എന്താടാ അതാരും നോക്ക്. എന്തുപറ്റി? കുട്ടിയെ കണ്ടേ? ഇനി എന്തു പറ്റാൻ? ഇത് തന്നെ അവന്റെ അച്ഛനും. എന്റെ ദൈവമേ! ചേച്ചി, ചേച്ചി, എന്തത്? ഇതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ? എൻജോയ് ചെയ്യൂ. എവിടെ എവിടെ പോയി?